13 സെന്റിലാണ് ഈ വീട് നിൽക്കുന്നത്. ഏകദേശം ഒരു 4500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂം, 2 ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് താഴെയും മേളിലും. 2 ബെഡ്റൂം സിംഗിൾ ബെഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതും താഴെയും മേളിലും 2 റൂം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ ലാൻഡ്സ്കേപ്പിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ക്ലയൻറ്റിന് ഒരു സിമ്പിൾ വീട് മതി എന്നുള്ളതാണ് ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ, ഈസി ടു മെയിൻറ്റെയിൻ ആയിട്ടുള്ള രീതിയിൽ ഒത്തിരി ഇലാബറേറ്റ് ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും ആൾക്ക് വേണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഫർണിച്ചർ ആണെങ്കിലും വീട്ടിലുള്ള ഓവറോൾ കളർ തീം ആണെങ്കിലും ഒരു ന്യൂട്രൽ പാലറ്റ് ആയിരിക്കണം. വലിയ കളർ ഷെയ്ഡ്സോ കാര്യങ്ങളോ അങ്ങനെ എടുത്തു കാണിക്കത്തക്ക വലിയ കളർ കാര്യങ്ങളൊന്നും ആൾക്ക് വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ന്യൂട്രൽ ഗ്രേ, വൈറ്റ്, ബ്ലാക്ക് ഷെയ്ഡ്സ് ആണ് പിടിച്ചിട്ടുള്ളത്. ഈവൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആർട്ട് പെയിൻറ്റിങ്സ് വരെ അങ്ങനെയാണ്. പിന്നെ കുഷ്യനിൽ മാത്രം നമ്മൾ ചെറിയൊരു യെല്ലോ, ഇപ്പോൾ ഒരു റൂമിൽ എന്തെങ്കിലും ബെഡ് സ്പ്രെഡൊക്കെ ഇട്ടപ്പോൾ അത് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ ആ കുഷ്യൻ മാത്രം നമ്മളൊരു യെല്ലോ, റെഡ് അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ പ്ലേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വളരെ ന്യൂട്രൽ പാലറ്റാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ സിറ്റ് ഔട്ട് വഴി നമ്മൾ അകത്തേക്ക് ഫസ്റ്റ് കയറുന്നത് തന്നെ ഒരു ലോങ് പാസേജിലേക്കാണ്. ആക്ച്വലി അതൊരു ഫോയറാണ്. ആ ഫോയറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഫോർമൽ ലിവിങ് ഉണ്ട്, ഫാമിലി ലിവിങ് ഉണ്ട്. ഇത് രണ്ടും വെൽ കണക്റ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളൊരു വാസ്റ്റ് ഇനോർമസ് സ്പേസിലേക്ക് കയറുന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഈ ലോങ് പാസേജ് ഉള്ളതുകൊണ്ടും നമുക്ക് ഈ വീട്ടിൽ സെൻട്രലൈസ്ഡ് എ സി ആണ്. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് എ സിയുടെ ഡക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് അവിടെ നമുക്ക് ഇച്ചിരി ഒരു റിസസ്ഡ് ആയിട്ടുള്ള രീതിയിലൊരു ഡെപ്ത് കുറഞ്ഞിട്ടുള്ളൊരു സീലിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സീലിംഗ് എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഒരു എസ്തെറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നന്നാക്കാം എന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വുഡൻ ക്ലാഡിങ് കൊടുക്കാം. ഇൻറ്റീരിയറിൻ്റെ ഡിസ്കഷൻ വന്നപ്പോൾ അതിനൊരു വുഡൻ ക്ലാഡിങ് കൊടുത്തപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഈ ന്യൂട്രൽ പാലറ്റിൻ്റെ കൂടെ ഒരു വുഡൻ എലമെൻറ്റും കൂടി വരുമ്പോൾ അതിനൊരു റിച്ച്നെസ്സും കൂടി ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പം അങ്ങനെയാണ് അതൊരു ലോങ് പാസേജിൽ ആ ഒരു വുഡൻ ക്ലാഡിങ് എല്ലാം വന്നിട്ടുള്ളത്. നമ്മൾ ഈ പാസേജിൽ കൂടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ്ങും കിച്ചനും കൂടി കണക്റ്റ് ആണ്. ഒരു ഓപ്പൺ കൈൻഡ് ഓഫ് കിച്ചനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ സൈഡിലായിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട്. പിന്നെ ഈ ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കൊരു വലിയൊരു കോർട്ട്യാർഡ് ഉണ്ട്. ഒരു പാറ്റിയോ പോലെ ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഒരു സൈഡിൽ കൂടെ നമുക്ക് സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോകാം. കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ഈ സ്റ്റെപ്പിൻ്റെ അടിയിൽ നമുക്കൊരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കൈൻഡ് ഓഫ് ഒരു യൂട്ടിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള പോലെ അത് പല രീതിക്കും കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ആ സ്പേസ് ഉള്ളത്. മേളിലേക്ക് പിന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു എക്സ്റ്റെൻഡഡ് ഒരു ലാൻഡിങ് സ്പേസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ മേളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. മറ്റേ സൈഡിലായിട്ട് 2 സിംഗിൾ ബെഡ് ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു റൂം. പിന്നെ ഒരു വലിയൊരു ഫാമിലി ലിവിങ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 സെപ്പറേറ്റ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു മൾട്ടിപർപ്പസ് ലൈബ്രറി എല്ലാം കൂടി കമ്പൈൻ ചെയ്തിരിക്കുന്ന പോലത്തെ 2. അത് വേണമെങ്കിൽ നമുക്ക് സിംഗിൾ, അതൊരു പാൻട്രി പോലെയൊക്കെ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ആ 2 റൂമും നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ എഗെയിൻ നമ്മൾക്ക് ഒരു സെക്കൻഡ് ഫ്ലോർ എന്നുള്ള രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്പേസും കൂടി ഉണ്ട്. നമ്മളുടെ ഈ ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ മേളിലൊരു സ്പേസ് ഒരു ഓപ്പൺ ടെറസായിട്ട് കിടപ്പുണ്ട് നമുക്കിപ്പോൾ. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെറസ് ഗാർഡൻ പോലെയോ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ നമ്മൾക്ക് ദൂരേക്ക് ലോങ് വ്യൂ കിട്ടുന്ന പോലത്തെ ഒരു സ്പേസിലാണ് ഉള്ളത്. അപ്പം അങ്ങനെ പല രീതിക്കായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു ഓവറോൾ അറേഞ്ച്മെൻറ്റ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു മൾട്ടിപർപ്പസ് റൂമാണ്. ഇവിടെ നമ്മളിങ്ങനെ ഒരു ബേ വിൻഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് ഒരു ഇൻഫോർമൽ സീറ്റിങ്ങിന് സാധ്യതയുള്ള ഒരു സ്പേസാണ്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു ലൈബ്രറി സ്പേസ് ഉണ്ട്. അപ്പോൾ ബുക്ക് എടുത്തിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ബേ വിൻഡോയിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ഫ്രണ്ടിലേക്ക് വ്യൂ ഉണ്ട്. വീടിൻ്റെ ഗേറ്റും അങ്ങനെയുള്ള ഫ്രണ്ട് യാർഡിലേക്കുള്ള നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾക്കൊരു ബെഡ്, സോഫ കം ബെഡും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അഡീഷണൽ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ
ഇവിടെ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു നല്ല രീതിയിലുള്ള ഒരു ബുക്കിന്റെ കളക്ഷനും ഉണ്ട് ഇവർക്ക്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലൈബ്രറി സ്പേസ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ക്ലയന്റിന് ഒരു ക്രോഷേ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അങ്ങനെ ഒത്തിരി പെയിന്റിങ്സും കാര്യങ്ങളെല്ലാം അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള സ്റ്റഡി മൾട്ടിപർപ്പസ് റൂമാണെന്ന് പറയുന്നത്. അപ്പൊ സ്റ്റഡി, ലൈബ്രറി, ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു നാപ്പ്, അങ്ങനെ എല്ലാത്തിനും കൂടി ഉള്ള ഒരു സ്പേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ബുക്സിന്റെ അറേഞ്ച്മെന്റ് ഉണ്ട്. ഒരു വുഡൻ പാനൽ കൊടുത്തിട്ടുണ്ട്, സോഫ കംബർട്ട്, അങ്ങനെ വുഡൻ ഫ്ലോറാണ്. നമ്മുടെ സീലിംഗ്, ഫസ്റ്റ് ഫ്ലോറിലുള്ള സീലിംഗ് മിക്ക ഇതിലും നമ്മളൊരു ഗ്രേ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പല പല ആംഗിളിലുള്ള അല്ലെങ്കിൽ പല ലെവൽസിലുള്ള സ്ലോപ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ നേരത്ത് മനസ്സിലാവില്ല. സോ അത് കുറച്ചും കൂടി എംഫസൈസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഗ്രേ കൊടുത്തേക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ട് നമ്മളുടെ കോൺക്രീറ്റ് റൂഫിന്. അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ചൂടി എന്നുള്ളൊരു ബഫർ കിട്ടാൻ വേണ്ടിയിട്ട് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു പോഡിയം കൈൻഡ് ഓഫ് ഒരു സ്പേസും കൂടിയാണ്. ഇത് ആക്ച്വലി നമ്മളുടെ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഫോർമൽ കം ഫാമിലി ലിവിങ് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെറസ് ലെവലും കൂടിയാണ്. ഈ ഡോർ വഴിയാണ് നമ്മൾ അതിൻ്റെ റൂഫിലേക്ക് പോകുക. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഒരു ടെറസ് ഗാർഡൻ പോലെ ചെയ്യാം. അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ നമുക്കൊരു കപ്പ് ഓഫ് ടീ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് നല്ല ലോങ്ങിലേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോഡിയത്തിൽ നിന്നിട്ട് തന്നെ നമുക്ക് ടെറസിലേക്കൊക്കെ ഇറങ്ങി നിന്ന് ഒരു ടീ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സ്പേസ് ആണിത്. ഈ ഒരു ടെറസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള. ഇവിടെ നിന്ന് കഴിഞ്ഞാലും നമ്മൾക്കിപ്പോൾ താഴെ നേരത്തെ പറഞ്ഞതുപോലത്തെ അവിടെ ലാൻഡിങ് ഒരു എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമുക്ക് വ്യൂ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങും കാണാം. അങ്ങനെ വീടിൻ്റെ അത്യാവശ്യം എല്ലാ സ്പേസും കാണാവുന്ന പോലത്തെ ഒരു സ്പേസ് ആണ് ഇത് വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റെപ്പ് ഓൾറെഡി സ്റ്റീൽ സ്ട്രക്ചറിലാണ്, എന്നിട്ട് വുഡ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. ഹാൻഡ് റെയിൽ ആണെങ്കിലും എല്ലാം. നമ്മുടെ സ്റ്റെയറിൻ്റെ ലാൻഡിങ് സ്പേസ് ഒരു പർട്ടിക്കുലർ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഏകദേശം ഒരു 1.8 അല്ലെങ്കിൽ ഒരു 2 മീറ്ററിൻ്റെ അത്രയും വിഡ്ത്തുണ്ട് ഈ ലാൻഡിങ്ങിന്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന സ്ഥലത്തായിട്ട് ഇവിടെ ഒക്കെ നമുക്കൊരു ഇൻഫോർമൽ സീറ്റിംഗ് ഒക്കെ ആവാം വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്കൊരു എക്സ്റ്റെൻഡ് ഒരു ലാൻഡിങ് കൈൻഡ് ഓഫ് ഒരു നമ്മൾ ഷെയ്ഡ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വൈകിട്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ രസമായിരിക്കും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെഡൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഉച്ചമയക്കം ഒക്കെ വേണമെങ്കിൽ ആവാം. ഇത് ആക്ച്വലി നമ്മൾ വീട് ഫസ്റ്റത്തെ പ്ലാനൊക്കെ വരയ്ക്കാൻ നേരത്ത് ഈ വിൻഡോ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു ബേ വിൻഡോ സ്പേസ് നമ്മൾ ആദ്യം മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ടൈമിൽ നമ്മൾ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ഇൻസൈഡിലേക്ക് ആക്കിക്കൂടാ എന്നുള്ള രീതിക്കാണ് ഇതിങ്ങനെ. പിന്നെ ചെറിയ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ലൈക്ക് ഈ രണ്ട് സൈഡിലും നമ്മൾ കുറച്ച് വോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന വിൻഡോ നമ്മൾ പുറത്തേക്ക് പൊസിഷൻ ചെയ്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് സ്പേസ് നമുക്ക് കിട്ടി. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇൻഫോർമൽ സീറ്റിംഗ് ആയി. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫേസ് ചെയ്തിരിക്കാം. ഇവിടെ കുറച്ച് പേർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ പറയാം. അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇരുന്ന് സ്റ്റോറി ഷെയറിങ്ങിനൊക്കെ പറ്റിയ സ്പേസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഇരുന്ന് ഉച്ചക്ക് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് കിടന്ന് മയങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് ചെടികളും എല്ലാം കൂടി വെച്ചപ്പോൾ കുറച്ചും കൂടി ഒരു ലഷ് ഗ്രീനറി ആയി. പുറത്തും നമുക്ക് ഗ്രീനറി ഉണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു സ്പേസ് കുറേ അധികം ഒരു വാസ്റ്റ് സ്പേസും ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീലും വരികയാണ്. കുറേ ഓപ്പണിങ്സും കാര്യങ്ങളും ഇങ്ങനെ മൾട്ടി ലെവൽസും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു വാസ്റ്റ് സ്പേസിനുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി നമുക്ക്.
വീടിന് 2 മാസ്റ്റർ ബെഡ്റൂമാണ് ഉള്ളത്. ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതൊരു വെസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ബെഡ്റൂം ആയതുകൊണ്ട് ഈവനിങ് സൈഡിൽ ഇവിടുന്ന് ഈ റൂമിൽ നല്ല രീതിയിലൊരു ചൂട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പുറം എക്സ്റ്റീരിയറിൻ്റെയും റൂമിൻ്റെയും ഇടയിലായിട്ടൊരു ബഫർ സോൺ എന്നുള്ള രീതിയിലൊരു ബാൽക്കണി ക്രിയേറ്റ് ചെയ്തത്. ബാൽക്കണി ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബഫർ സോൺ ബാൽക്കണി വന്നോടുകൂടി തന്നെ അങ്ങനെ ഒരു ബഫർ സോൺ വന്നു എന്നുള്ളതിന് മാത്രമല്ല, ചൂടിൽ നിന്നുള്ളൊരു രക്ഷ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് പുറത്തിറങ്ങി നിൽക്കാനുള്ളൊരു സ്പേസും കൂടി. കാരണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നല്ല ലഷ് ഗ്രീനറിയാണ് പുറത്തേക്ക് കാണാനുള്ളത്. നമുക്ക് ഇവിടെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെയാണെങ്കിൽ നമ്മൾക്ക് പുറത്തേക്കുള്ള ഗ്രീൻ ഇതെല്ലാം കാണാനുള്ള സാധ്യതയുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കാനും ഒക്കെ രസമാണ്. കാരണം ഈ സ്ലൈഡിങ് ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബ്രീസ് അകത്തേക്ക് കയറും. അപ്പോൾ അങ്ങനെ കുറച്ചൊരു വിൻഡ് അകത്തേക്ക് കയറാൻ സാധ്യത ഉള്ളൊരു പൊസിഷനാണിത്. ഹലോ, എൻ്റെ പേര് ബിജുവ, വൈഫ് സൂസൻ. ഈ വീട്ടിൽ ഞാനും വൈഫും അമ്മയും അവിടെ താമസിക്കണം. എനിക്ക് 2 പിള്ളേരുണ്ട്, അവർ പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കുറേ കാലമായിട്ട് മിഡിൽ ഈസ്റ്റിലായിരുന്നു. അപ്പം നാട്ടിൽ വരാൻ ഒരു പ്ലാൻ ഇട്ടപ്പോൾ കൊച്ചി വാസ് ദ ഐഡിയൽ പ്ലേസ്. വി സെലക്റ്റഡ് കൊച്ചി ബിക്കോസ് ഇറ്റ് സൂട്ട്സ് ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ സൂട്ട് ചെയ്യുന്നതുകൊണ്ട് കൊച്ചി സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ച് ദെൻ വി അപ്രോച്ച്ഡ് ഫ്യൂ പീപ്പിൾ. മാനഫിനെ കണ്ടെത്തിയത് ത്രൂ ഇൻ്റർനെറ്റ് വഴിയായിട്ടാണ് കണ്ടെത്തിയത്. ഐ ലൈക്ക് സം ഓഫ് ഹിസ് ഡിസൈൻസ്. അത് പിന്നെ വി സ്റ്റാർട്ടഡ് ദ ഇൻട്രാക്ഷൻസ്. പിന്നെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞത്, മാനഫിൻ്റെ അടുത്ത് പറഞ്ഞത്, വി ജസ്റ്റ് നീഡ് എ മോഡേൺ ആൻഡ് കണ്ടംപററി ഡിസൈൻ ഉള്ള ഒരു വീടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എക്സാക്ട്ലി ഞങ്ങൾ വിചാരിച്ച സെയിം ഇതിൽ ഹി brought up his ideas and we are quite happy with his design and ഇടയ്ക്കുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ quite positive ആയിരുന്നു. Basically Kerala has a name for very good well done houses. അപ്പം ഈ വീട് എനിക്ക് I wanted so many bedrooms, so many, like the kitchen like this and everything has been done according to how I want and it's really tastefully done. എനിക്ക് അതായിരുന്നു ഇഷ്ടപ്പെട്ടത്. The interiors, everything, there's a tasteful finish for it. I like that one. ഒരു സ്പെസിഫിക് തിങ് മാനഫിൻ്റെ അടുത്ത് പറഞ്ഞത്, വി നീഡ് എ വെൽ വെന്റിലേറ്റഡ് ഹൗസ് ആൻഡ് കുറേ ലൈറ്റ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ ഹി മേക്ക് ഷുവർ ദാറ്റ് വെന്റിലേഷൻസും ലൈറ്റ്സ് ഒക്കെ പാർട്ട് ഓഫ് ഹിസ് ഡിസൈൻ. സോ വി ആർ ക്വൈറ്റ് ഹാപ്പി വിത്ത് ദാറ്റ് ഓവറോൾ ആംബിയൻസ് ആൻഡ് ലൈറ്റ്സ് ഒക്കെ. Yeah, during daytime it's really well lit. It's like bright house, I don't know. So morning enikkumble you wake up to the brightness of the house. Aduvole it's well done. Wish Mad Concepts a very bright future and good luck to Manaf and team.